യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, പുറപ്പാട് 14:15. എന്നെ വിളിച്ചെന്തിനു കരയുന്നു, മുന്നോട്ടു പോകട്ടെ ജനമിന്ന്. എന്നെ വിളിച്ചെന്തിനു കരയുന്നു, മുന്നോട്ടു പോകട്ടെ ജനമിന്ന്. കർത്താവ് മോശയോട് അരുളി ചെയ്തു, നീ എന്തിന് എന്നെ വിളിച്ച് കരയുന്നു? മുന്നോട്ട് പോകാൻ ഇസ്രായേൽക്കാരോട് പറയുക. അവരൊരു കാൽ വെക്കട്ടെ, അവർ കരുത്ത് തെളിയിക്കട്ടെ. വെറുതെ ദൈവത്തെ വിളിച്ച് നിലവിളിക്കുന്നതിന് പകരം, അർത്ഥമില്ലാത്ത നിലവിളികൾക്ക് പകരം ദൈവത്തിൽ ആശ്രയിച്ചൊരു ചുവട് വെക്കട്ടെ. ആ ചുവടിൽ കർത്താവിൻ്റെ കരമുണ്ടോ, ബലമുണ്ടോ, കരുത്തുണ്ടോ, സാന്നിധ്യമുണ്ടോ നോക്ക്. വെറുതെ അർത്ഥരഹിതമായി ദൈവത്തിൻ്റെ പേര് വിളിച്ച് കരയുന്നതിനപ്പുറം കർത്താവിൻ്റെ സാന്നിധ്യത്തെ അവകാശപ്പെട്ടിട്ട് ഒരു ചുവട് വെക്ക്. അതേ ഉള്ളൂ നിന്റെ കുറവ്. ഇസ്രായേൽക്കാരോട് പറ, ഒരു ചുവട് വെക്കാൻ പറ, മുന്നോട്ടൊരു കാല് വെക്കാൻ പറ, കരുത്ത് തെളിയിക്കാൻ പറ. എന്നിട്ട് കൂടെ ദൈവം ഉണ്ടോ എന്ന് നോക്കാൻ പറ. വെറുതെ നിലവിളിച്ച് സമയം കളയാതെ കർത്താവിൻ്റെ സാന്നിധ്യത്തെ ഓരോ ചുവടിലും അനുഭവിക്കാൻ കർത്താവ് നിനക്ക് ഇടം തരട്ടെ. നീ ഒരു ചുവട് വെക്ക്, ഒരു കാലെടുത്ത് വെക്ക്, ഒന്ന് ചിന്തിക്ക്, ഒരു വാക്ക് പറ, ഒരു ശ്രമം നടത്ത്. അവിടെ കർത്താവുണ്ട്.